ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു കേക്കാണ് ചെയ്യുന്നത് വീഡിയോയിൽ. പിന്നെ ബർത്ത്ഡേ കേക്കാണ് ചെയ്യുന്നത്, വാനില കേക്കാണ്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഈ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അതിൻ്റെ കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ച് വെക്കണം. ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി അരിച്ചെടുക്കണം. അരിച്ചതിന് ശേഷം ഒന്നുകൂടെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 4 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ വൈറ്റ് സെപ്പറേറ്റ് ചെയ്യണം, എന്നിട്ട് വൈറ്റ് നന്നായി ബീറ്റ് ചെയ്യണം. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. നല്ല ഫൈൻ ഷുഗറാണ്. ഫൈൻ ഷുഗർ ആണെങ്കിൽ പൊടിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നമുക്കൊന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം. ഷുഗർ കുറേശ്ശെ ചേർത്തിട്ട് എഗ്ഗ് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. എഗ്ഗ് വൈറ്റ് ബീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എഗ്ഗിൻ്റെ യോക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ഇനി എഗ്ഗ് യോക്ക് എല്ലാം ചേർത്തിട്ട് അതിന് ശേഷം ലാസ്റ്റ് നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായി വീണ്ടും ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2-3 തുള്ളി നമ്മുടെ പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നമ്മൾ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കരുത്, വേറെ ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. ഇനി അതിലേക്ക് ഞാൻ 1/4 കപ്പ് പാൽ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പതിയെ ഫോൾഡ് ചെയ്തെടുക്കണം. സമയത്ത് നമ്മുടെ ഓവനാണെങ്കിൽ ഓവൻ അല്ലെങ്കിൽ കുക്കർ എന്തായാലും നമ്മൾ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. അതൊരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ OTGയിൽ 160 ഡിഗ്രിയിൽ 30 to 35 മിനിറ്റ്സാണ് ബേക്ക് ചെയ്തത്. 30 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. കേക്ക് നന്നായി ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് തണുത്തതിന് ശേഷം കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇനി നമുക്ക് കേക്ക് അസംബിൾ ചെയ്ത് തുടങ്ങാം. ഞാൻ കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം ആക്കിയിട്ടുണ്ട്. അതിൽ നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഷുഗർ സിറപ്പ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഷുഗർ സിറപ്പ് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ട് ഒരു സ്പ്രേ കുപ്പിയിലാക്കി വെച്ചിട്ടാണ്. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട് വിപ്പിംഗ് ക്രീം. എന്നിട്ട് ഇതേപോലെ ചെയ്യാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വിപ്പിംഗ് ക്രീമൊക്കെ ഒരേ ലെവലിലായിട്ട് കിട്ടും, വേഗം ചെയ്യാനും. എന്നിട്ട് ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ഒന്നിങ്ങനെ പരത്തി കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്.
ഇനി അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുകയാണ്. വൈറ്റ് ചോക്ലേറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തതാണ്. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. ഇനി ലാസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിലും ഷുഗർ സിറപ്പ് സ്പ്രേ ചെയ്തിട്ട് നമുക്ക് കേക്ക് മൊത്തത്തിലൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ കേക്ക് ക്രം കോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ക്രീം എടുത്തിട്ട് വീണ്ടും കേക്ക് ഒന്ന് കവർ ചെയ്തെടുക്കണം. കുറച്ച് കട്ടിയിൽ തന്നെ ക്രീം തേച്ച് കൊടുക്കണം. എന്നിട്ട് സ്പാച്ചിൽ വെച്ചിട്ട് നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് കേക്ക് ഐസിങ് ചെയ്തെടുക്കാം. മാക്സിമം നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്യാൻ നോക്കുക. കേക്ക് പെർഫെക്റ്റായിട്ട് ഐസിങ് ചെയ്തെടുക്കാൻ നോക്കുക. ഇനി കേക്കിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ നമ്മുടെ സ്പാച്ചുല ഒന്ന് മുക്കിയിട്ട് ഒന്നിങ്ങനെ വടിച്ചു കൊടുത്താൽ മതി. നമ്മുടെ കേക്കിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് നല്ലപോലെ ക്ലിയർ ആയിട്ട് വരും. അതേപോലെ കേക്കിൻ്റെ സൈഡ്സൊക്കെ ഇതേപോലെ ചെയ്താൽ മതി. ഇനി കേക്കിൻ്റെ സൈഡിൻ്റെ കേക്ക് ബോർഡിലായിട്ടുള്ള ക്രീമൊക്കെ ഒന്ന് തുടച്ചെടുക്കാം. ഒന്ന് വൃത്തിയാക്കി കൊടുക്കാം. ഒരു തുണി ഉപയോഗിച്ചിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി. ഇനി നമുക്ക് കേക്കിൽ ഡിസൈൻ ചെയ്ത് തുടങ്ങാം. ഞാനിവിടെ ഡോൾ കേക്കൊക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു നോസിലാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കണം. എന്നിട്ട് ഇതേപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഈ ഒരു ഡിസൈൻ മുമ്പത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഈ ഡിസൈൻ എങ്ങനെ ചെയ്യുന്നത് എന്ന് ശരിക്കും കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ഇതേപോലെ വരച്ചു കൊടുത്താൽ മതി. ഇനി ഞാൻ ഒരു യെല്ലോ കളറിലുള്ള വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് സാധാ നമ്മുടെ റൗണ്ട് ടിപ്പാണ് ഇട്ടിട്ടുള്ളത്. അത് ഉപയോഗിച്ചിട്ട് ഇതേപോലെ തന്നെ ഡിസൈൻ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും വിപ്പിംഗ് ക്രീമിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ യെല്ലോ കളറാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് സാധാ നമ്മുടെ റൗണ്ട് ടിപ്പാണ് എടുത്തിട്ടുള്ളത്. അത് ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് ഡോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഞാൻ റോസസ് വരച്ചെടുക്കുകയാണ്. ഇത് 2C എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടിപ്പാണ്. വിൽട്ടൺ 2C ആണ്. അതുകൊണ്ട് ഇതേപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുക.
ഈ കേക്ക് ഞാൻ മൊത്തത്തിൽ ഡിസൈൻ ചെയ്യാൻ എല്ലാത്തിനും പാടെ ഞാൻ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുകയാണെങ്കിലും 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ സ്ട്രോബെറി വെച്ച് കൊടുക്കുകയാണ്. സ്ട്രോബെറി 2ആയിട്ട് മുറിച്ചിട്ടുള്ളതാണ്. ഇത് നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വെച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ ചെറീസ് ആയാലും മതി, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള കേക്കാണ്. എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ഇതിൻ്റെ ഫുൾ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് നോക്കാം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം, ലൈക്ക് ചെയ്യണം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം.